ദയവായി കസ്റ്റമർ സർവീസ് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് കോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതുവരെ താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്യേണ്ടതാണ്. ഈ കോൾ സർവീസ് ക്വാളിറ്റി അസസ്മെന്റിന് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. ഞാനും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മിസ്റ്റർ മനസ്സോലി, വെൽക്കം ടു എയർടെൽ. മൈ നെയിം ഇസ് കെവിൻ. ആം അസിസ്റ്റ്. മലയാളം അറിയണ ആരെങ്കിലും ഉണ്ടോ അവിടെ? പറഞ്ഞോളൂ സാർ. നിങ്ങളുടെ കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവുകൾ വിളിക്കുന്നതൊക്കെ മലയാളം അറിയാത്ത ആളുകളാണ് വിളിക്കുന്നത്. ഞാൻ വിട്ട് കിടക്കുകയാണ്. നിങ്ങളുടെ ഒരു കണക്ഷൻ എടുത്തിട്ട് അത് പോസ്റ്റ് പെയ്ഡിലേക്ക് മാറ്റിയിരുന്നു. ഓക്കെ, അത് ഇപ്പോൾ 2 ബില്ല് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇത് പ്രീപെയ്ഡിലേക്ക് വീണ്ടും മാറ്റാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മണ്ണാർക്കാട് എയർടെലിൻ്റെ ഓഫീസിൽ പോയി അവർക്കറിയില്ല. വേറൊരു നമ്പർ തന്നു, അവിടെ വിളിച്ചു, അവർക്കും അറിയില്ല. അത് എന്താണ് ചെയ്യേണ്ടത് സാർ? അത് വന്നിട്ട് ഇത് ആദ്യം ഈ ബില്ല് കെട്ടി കഴിഞ്ഞിട്ട് ഇത് സെപ്പറേറ്റ് ആക്കണം. ഈ 2 നമ്പർ സെപ്പറേറ്റ് ആക്കണം. ഇതിപ്പോ സാർ വന്നിട്ട് 2 നമ്പറിലല്ലോ ഉള്ളത്? അതെ അതെ. നമ്പർ വന്നിട്ട് 2 സെപ്പറേറ്റ് ആക്കണം ആദ്യം. അതിനെ എയർടെൽ താങ്ക്സിൽ പോയിട്ട് അവിടെ റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. റിമൂവ് ഓപ്ഷൻ ആക്കിയിട്ട് ആ 2 വന്നിട്ട് വേറെ വേറെ പ്ലാനിലിടണം ആദ്യം. അത് കഴിഞ്ഞിട്ട് സാർ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഇവിടെ റിക്വസ്റ്റ് കൊടുക്കാം പ്രീപെയ്ഡിലോട്ട് പോകാനായിട്ട്. എന്നിട്ട് സാർ വന്നിട്ട് എയർടെൽ സ്റ്റോറിൽ പോയിട്ട് അവർ ചെക്കാക്കും, സിസ്റ്റമിൽ ചെക്കാക്കും. അപ്പൊ വന്നിട്ട് പോസ്റ്റ് പെയ്ഡിന് പ്രീപെയ്ഡിലോട്ട് ആക്കി തരും. ഓക്കെ. ഇനി വേറൊരു കാര്യമുള്ളത്, ഈ പിന്നെ ബില്ല് അടയ്ക്കാത്തത് ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. അതൊന്ന് സ്റ്റോപ്പ് ആവാൻ എന്താ ചെയ്യാ? ഇതിങ്ങനെ മാസം മാസം ബില്ല് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സാർ ഇത് മാസം മാസം ബില്ല് വരുന്നതാണ് സാർ. അതിപ്പോ ഇത്രയും മാസം നമ്മൾ ബില്ല് കെട്ടിയതല്ലേ സാർ? ഇത് ബില്ല് കെട്ടാതെ ആകുമ്പോ ഇതൊന്ന് കട്ടായി പോകൂലേ? സാർ ഇപ്പൊ ലാസ്റ്റ് കെട്ടിയ ബില്ല് വന്നിട്ട് 28 ജൂലൈയിലാണ് കെട്ടിയിരിക്കുന്നത്. 824 രൂപയാണ് കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ബില്ല് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ 3ാമത്തെ ടൈമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എത്ര മാസം ഇങ്ങനെ വരും? ഇന്ന് റിക്വസ്റ്റ് ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാർ വന്നിട്ട് ഓഗസ്റ്റ് 17 വന്നിരിക്കുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. സാർ ഇപ്പൊ നവംബർ വരെ പോസ്റ്റ് പെയ്ഡിൽ നിൽക്കേണ്ടി വരും. 3 മാസം ആകാതെ അത് വന്നിട്ട് ചേഞ്ച് ആക്കാൻ പറ്റത്തില്ല പോസ്റ്റ് പെയ്ഡിന് പ്രീപെയ്ഡിലോട്ട്. ഇത് എടുത്തിട്ട് മാസങ്ങൾ കുറെ ആയി, 3 മാസം ഒന്നല്ല, കുറെ മാസമായി. ഈ നമ്പർ വന്നിട്ട് 17-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. 23 ഓഗസ്റ്റ് 17-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 17 ഏത് വർഷം? 2023. അപ്പോ 1 വർഷം കഴിഞ്ഞല്ലേ ഞാൻ പോസ്റ്റ് പെയ്ഡിൽ ബില്ല് അടക്കൽ തുടങ്ങിയിട്ട്? 1 വർഷം കഴിഞ്ഞു. സാറിന് ഇപ്പൊ ചേഞ്ച് ആക്കാം. നാളെ പോയിട്ട് റിക്വസ്റ്റ് കൊടുത്താലും അതെ, സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞിട്ട് റിക്വസ്റ്റ് എന്റെ പ്രശ്നം അതല്ല. ഞാൻ ബില്ല് കെട്ടിയിട്ട് ഇത് പിന്നെ ചേഞ്ച് ആക്കാൻ പറ്റാത്തൊരു ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെന്താണ് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത്? അത് മണ്ണാർക്കാട് എയർടെലിന്റെ ഓഫീസിൽ ഞാൻ അതിനു മുമ്പ് ബന്ധപ്പെട്ടു, അവർക്കിത് അറിയില്ല. എന്റെ സാർ ബില്ല് ചേഞ്ച് ആക്കണം എന്ന് പറഞ്ഞാൽ സാർ ഇപ്പോ പ്ലാൻ ചേഞ്ച് ആക്കണം ഉദ്ദേശിക്കുന്നതാണ്. എനിക്ക് പ്രീപെയ്ഡിലേക്ക് മാറണം. 2 നമ്പറുണ്ട്, 2 നമ്പറും പ്രീപെയ്ഡിലേക്ക് മാറ്റി തരണം. സാർ അതിപ്പോ ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ആക്കിയാൽ അത് പ്രീപെയ്ഡിലോട്ട് മാറും. ഫസ്റ്റ് ആദ്യം സെപ്പറേറ്റ് ആക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ എയർടെൽ സ്റ്റോർ പോയിട്ട് ഞാൻ ഇവിടുന്ന് റിക്വസ്റ്റ് എന്തായാലും കൊടുത്തിരിക്കാം. ശരി. അത് കഴിഞ്ഞിട്ട് എയർടെൽ സ്റ്റോറിൽ പോയിട്ട് അവർ പോസ്റ്റ് പെയ്ഡിന് പ്രീപെയ്ഡിലോട്ട്. നിങ്ങളുടെ ഈ താങ്ക്സ് ആപ്പിൽ എന്തോ ഒരു ഓപ്ഷൻ എന്റെ ഇവരുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല എന്നാ പറയണത്. ഒരു പോസ്റ്റ് പെയ്ഡ് കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലും കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണോ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്? അത് ഇല്ലല്ലോ സാർ. ഇപ്പൊ സാറിന് ഇപ്പൊ ബില്ല് വന്നിരിക്കുന്ന 2 മാസത്തെ ബില്ല്. അതൊന്നല്ല സാറേ, നിങ്ങളിത് പിന്നെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനും ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുത്തു കഴിഞ്ഞ് അതിലേക്ക് ഇങ്ങനെ GST പ്ലസ് അതിന്റെ ബില്ല് അടച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാനിത് 1 മാസം ബില്ല് കെട്ടാതിരുന്ന 2 മാസം ബില്ല് കെട്ടാതിരുന്ന ഇത് കട്ടാവുന്ന ഒരു സിസ്റ്റം ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങളുടെ കേരളത്തിൽ എയർടെല്ലിന്റെ സിസ്റ്റം കൊളായി കിടക്കുകയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ഒരു റെപ്രസെന്റേറ്റീവ് പോലും നിങ്ങൾക്കില്ല. ഇത് ഏത് കമ്പനിയുടെയാണ് നിങ്ങളുടെ ഇത് എയർടെല് ഇപ്പൊ ചെയ്യുന്നത്? സാർ അത് വന്നിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അന്വേഷിച്ചു കണ്ടുപിടിച്ചോളാം. ഇതെന്താണെന്നറിയോ, ഇത് ഒരു കസ്റ്റമർ ഇത് ഉപയോഗിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കിയിട്ടില്ല. കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ കിട്ടൂല. അത് മാത്രമല്ല, മലയാളം സംസാരിക്കുന്ന ഒരു റെപ്രസെന്റേറ്റീവ് പോലും നിങ്ങൾക്കില്ല.
നിങ്ങൾ എന്തിനാണ് ഈ കേരളത്തിൽ ഈ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത് കൊടുത്തിട്ട് പെടുത്തിയിട്ട് ഇങ്ങനെ പൈസ വാങ്ങാന്നല്ലാതെ അതിനൊരു ഒരു റെസ്പോൺസിബിലിറ്റി വേണ്ടേ? അത് നിങ്ങൾ പിന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് ഇരുന്ന് കേൾക്കാൻ, ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഇടും. ഓക്കെ? സാർ ഇപ്പോൾ ബില്ല് വന്നിട്ട് ബില്ലല്ല പ്രശ്നം. നമ്മളൊരു പോസ്റ്റ് പെയ്ഡ് കസ്റ്റമറാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ നിങ്ങളുടെ ഓഫീസിൽ അറിവുള്ള ആളുകളില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയുന്ന കസ്റ്റമർ കെയർ ഓഫീസേഴ്സോ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവോ ഇല്ല. ഇതാണ് ഈ പറയുന്നത്. ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രോപ്പർ മലയാളിയല്ല, കേരളത്തിൽ നിന്നല്ല ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം എനിക്ക് നിങ്ങളുടെ ആളുകൾ വിളിക്കുന്നുണ്ട്. മലയാളം മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ സാർ, എനിക്ക് മനസ്സിലായി സാർ, മലയാളം അറിയാമെന്ന് മനസ്സിലായി. അത് മലയാളം അറിയുള്ളൂ. അല്ല പിന്നെ ഞാൻ അറബിയിൽ സംസാരിക്കും, അത് നിങ്ങൾക്ക് അറിയൂല. അതാണ് പ്രശ്നം. ഓക്കെ, നിങ്ങൾ ഈ കോളൊന്ന് നിങ്ങളുടെ ഫീൽഡ് ഓഫീസർക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഫോർവേഡ് ചെയ്യും. ഇതൊന്ന് ഒരു ശാശ്വത പരിഹാരമല്ല നമുക്ക് വേണ്ടേ? സാർ ഇപ്പൊ നമ്മുടെ സൂപ്പർവൈസർ മലയാളം എന്താ വെച്ചാൽ ഇപ്പൊ ഓൾറെഡി അവർ വേറെ കോളിലാണ്. ഒരു മിനിറ്റ്, കേരളത്തിൽ ഇത്തരം യുവാക്കളിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് മലയാളീനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂലെങ്കിൽ എയർടെല്ലിൽ കേരളത്തിലുള്ള സർവീസ് നിർത്തണമെന്നേ. എന്താണ് നിങ്ങൾ ഈ പറയണത്? ഒരു പോസ്റ്റ് പെയ്ഡിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജിൽ ക്ലിക്ക് ചെയ്തത് കാരണം കൊണ്ട് പെട്ടുപോയതാണ്. ഇത് ആഗ്രഹിച്ചെടുത്തതല്ല. എന്നിട്ട് അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വല്ല ഉഗാണ്ടയിൽ ഇരുന്നിട്ട് വിളിച്ചിട്ട് കാര്യമല്ലോ. മനസ്സിലായി. അതാണ്. എന്നിട്ട് എന്താണ് ഇനി പരിഹാരം പറയൂ. പരിഹാരം സാർ, ഞാൻ പറഞ്ഞിട്ട് എന്റെ സൈഡിൽ നിന്ന് വന്നിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുക്കാം. ഞാൻ എന്റെ സൈഡിൽ നിന്ന് സാർ ഇപ്പോ ഇത് പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡിലോട്ട് മാറാൻ പോവാന്ന് പറയുന്നുണ്ട്. എനിക്ക് മാറാനുള്ള ഓപ്ഷൻ ഇല്ലതില്. നിങ്ങൾക്കിത് മാറ്റിത്തരാൻ ആരെടുത്താണ് ഞാൻ പോണ്ടത്? നിങ്ങളുടെ മണ്ണാർക്കാട് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ അതോറൈസ്ഡ് എയർടെൽ ഓഫീസ് ഏതാണ്? അവിടുത്തെ നമ്പർ എന്താണ്? സാർ നമ്പർ തരാൻ പറ്റില്ല. ഇത് പാലക്കാടിന്റെ ഇത് പിൻകോഡ് ഒന്നും പറയാവോ? പാലക്കാടിന്റെ പിൻകോഡോ? മണ്ണാർക്കാടിന്റെ പിൻകോഡ് പറഞ്ഞുതരാം. 678582. 678582 മണ്ണാർക്കാട്. നിങ്ങളിത് എവിടെ ഇരുന്നിട്ടാ വിളിക്കുന്നത്? മഹാരാഷ്ട്രയെ അതോ ഗുജറാത്തോ? സാർ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ പൈസ ഇല്ലാത്തടത്ത് കടം വാങ്ങിയിട്ട് ഇങ്ങനെ ബില്ലടക്കണം. അതിനെന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർഗം പറഞ്ഞു തരുമോ? ഇത് ഒരു അബദ്ധത്തിൽ പോസ്റ്റ് പെയ്ഡ് ആയി പോയതാണ്. സാർ ഈ സ്ഥലത്തിൽ പോസ്റ്റ് പെയ്ഡ് വന്നിട്ട് ഇത് എയർടെൽ സ്റ്റോർ വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ആളുകളില്ലാത്ത, ഓഫീസ് ഇല്ലാത്ത, ഇതിനുള്ള റെപ്രസെന്റേറ്റീവ് ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ കൊടുക്കണേ? സാർ ഒന്ന് പാലക്കാടിൽ വന്നിട്ട് 2 ഓഫീസ് 3-4 ഓഫീസ് ഉണ്ട്. പാലക്കാട് എവിടെയെങ്കിലും ഉണ്ടായിട്ട് എന്താണ് ബ്രോ കാര്യം? ഇവിടെ മണ്ണാർക്കാട് ഒരു കാര്യമല്ലോ. മണ്ണാർക്കാടല്ലേ ഞാനുള്ളത്. നിങ്ങൾ ഈ പോസ്റ്റ് പെയ്ഡ് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് ചെയ്തു തരുവാനുള്ള സൗകര്യം, അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനത് പ്രൊവൈഡ് ചെയ്യുന്നു? ഞാൻ പറയുന്നത് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട് സാർ. ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഞാനിപ്പോൾ ഇത് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. ഈ മാസം ഞാൻ ഇതിൽ നിന്ന് നെറ്റ് ഉപയോഗിച്ചിട്ടില്ല, കോൾ മാത്രമാണ് ചെയ്യുന്നത്. എനിക്ക് കോളും വേണ്ട, ഞാനത് പ്രീപെയ്ഡിലേക്ക് മാറിക്കോളാം. ഇതിനെന്താണ് ഓപ്ഷൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഈ എയർടെല്ലിന്റെ മറ്റുള്ള ആളുകളുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവർക്കൊന്നും അറിയില്ല. ഇങ്ങനെ ഒരു സിസ്റ്റം പാടില്ലല്ലോ. പിന്നെ എനിക്ക് ബന്ധപ്പെടാൻ വേറൊരു വഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ കെയറിലേക്ക് കോള് കണക്ട് ആവില്ല, കട്ടായി പോകും. കാരണം ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെടാനും സംസാരിക്കാനും പറ്റിയ ആളുകളില്ല. താങ്കളുടെ പേരെന്താ പറഞ്ഞേ? എൻ്റെ പേര് സ്റ്റെബിൻ ആണ് സാർ. സ്റ്റെബിൻ. സാർ. അപ്പോൾ നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാർ ഇല്ല സാർ, ഞാൻ വന്നിട്ട് ഞാൻ എൻ്റെ സൈഡിൽ ഞാൻ റിക്വസ്റ്റ് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ നേരെ? സാർ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ നേരെ? സാലറി ഒക്കെ കിട്ടുന്നുണ്ടോ? സാർ. ഇങ്ങനെ പോകാൻ വെച്ചാൽ സാലറി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. രാജിവെച്ചോ, നമുക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോവുകയാണ് നല്ലത്. ഓക്കെ, എന്നാല് ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി. ഞാൻ എല്ലാ മാസവും ഇങ്ങനെ ഒരു 1000 രൂപ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ധർമ്മം തരാം. ഓക്കെ, താങ്ക് യു.
ഇല്ല സാർ, ഞാൻ വന്നിട്ട് ഇപ്പോഴേ റിക്വസ്റ്റ് ഞാൻ എൻ്റെ സൈഡിൽ ഞാൻ വേഗം ഒന്ന് കൊടുക്കേ. ഓക്കെ ആ സാർ. ശരി ഓക്കെ സാർ, ശരി സാർ, താങ്ക് യു. വെൽക്കം വെൽക്കം.